Hi dears, welcome to Achus design. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗോൾഡൻ കളറിലെ ബീഡ്സും വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോർഡർ ഭാഗം ഒന്ന് വർക്ക് ചെയ്ത് കൊടുക്കണം. അത് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ത്രെഡും നീഡിലും എടുക്കുക. നമുക്ക് ഓരോ ബീഡും നമുക്ക് ആ ഒരു ബോർഡർ ലൈനിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഓരോ ബീഡിൻ്റെയും അകത്തൂടി വേണം അടുത്ത നീഡിൽ എടുക്കാനായിട്ട്, ബീഡ്സ് എടുക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ആ ഒരു ബോർഡർ ഭാഗത്ത് അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് ഈ ഒരു ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബീഡ്സ് നല്ല അടുത്ത് നമുക്ക് കിട്ടും. ഓരോ ബീഡ്സിൻ്റെയും സെൻറ്ററിൽ കൂടി നമുക്ക് അടുത്ത ത്രെഡും ബീഡും കൊണ്ടുവരണം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ബോർഡർ ഭാഗം ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് റൗണ്ട്സ് കൊടുത്തിട്ടുള്ള ഭാഗത്തൊക്കെ ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഒരു 10 സ്ട്രാൻഡ്സിൽ ഞാൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പെറ്റൽ ആദ്യം നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഒരു 5 ടൈംസ് നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാവേ. അടുത്ത പെറ്റിലെടുക്കുമ്പോൾ ഒരു 5 ടൈംസ് നീഡിലിൽ ത്രെഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ ഇത്. സെക്കൻഡ് പെറ്റിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ, അതായത് 2 പെറ്റലിൻ്റെ ഏറ്റവും മുകളിൽ ഭാഗത്തായിട്ട് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം അടുത്ത പെറ്റലിന് വേണ്ടിയിട്ട് നമുക്ക് ത്രെഡ് എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് അതൊരു 12 ടൈംസ് അല്ലെങ്കിൽ 13 ടൈംസ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ ബുള്ളിയൻ റോസ് ആണ് ചെയ്യുന്നത് കൊണ്ട് ഞാനൊരു 12 ടൈംസിലേ എടുക്കുന്നുള്ളൂ. കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള ബുള്ളിയൻ സ്റ്റിച്ചാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അതിനനുസരിച്ച് നീഡിലിൽ ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് പെട്ടിൽ നമ്മൾ മുകളിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് വേണം അടുത്ത പെട്ടിൽ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ അടുത്ത പെട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പെറ്റിലിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് വേണം അടുത്തത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബുള്ളിയൻ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു സ്മോൾ സൈസ് ബുള്ളിയൻ റോസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ആദ്യം ചെയ്തില്ലേ ആ പെറ്റലിൻ്റെ ഇടയ്ക്കൂടി വേണം നമുക്ക് അടുത്ത ലാസ്റ്റ് പെറ്റൽ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണ പെറ്റൽ അതിനകത്തേക്ക് കയറിയിരിക്കണ പോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്മോൾ സൈസിലെ ഫ്ലവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കളേഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം കാണിച്ച ലൈറ്റ് പിങ്ക് കളറും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴെ ഭാഗത്തായിട്ട്, അതായത് നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. അപ്പം അവിടെ ഒരു താഴെ നമ്മുടെ നെക്കിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് കുറച്ച് ബീഡൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. സ്പ്രെഡ് ചെയ്ത പോലെ ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം എടുത്ത ബീഡ് തന്നെ ഒന്ന് ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പിക്ചറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ
മോഡലൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാഞ്ഞത്. കാരണം നെക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് ഒരു കർവ് ഷേപ്പിലും ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ബുള്ളിയൻ സ്റ്റിച്ചും ബീഡും മാത്രമേ വന്നിട്ടുള്ളൂ ഇതിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു.